Welcome to Mastermind Education online classes. Today we will discuss about the topic of Introduction to Sociology Block 2. Block 2-ലെ Introduction to Sociology എന്ന് പറയുന്ന ചാപ്റ്ററിലെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൊസൈറ്റി എന്നതാണ്. സൊസൈറ്റി എന്നതിനെ കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലോകത്ത് വ്യത്യസ്ത തരം സമൂഹങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അർബൻ സൊസൈറ്റിയും റൂറൽ സൊസൈറ്റിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ സൊസൈറ്റിയുമൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് ആദ്യമായി നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റസ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നുമാണ് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്. ഫ്രഞ്ച് വാക്കായിട്ടുള്ള സൊസൈറ്റസ് എന്ന വാക്കിൽ നിന്നുമാണ് സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് സൊസൈറ്റസ് എന്ന് പറഞ്ഞാൽ അർത്ഥം? സൗഹൃദം, ബന്ധം എന്നൊക്കെയാണ് അർത്ഥം. ദ റിലേഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് സൊസൈറ്റിയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങളുടെയും അതോടൊപ്പം സൗഹൃദത്തിൻ്റെയും ഒന്നായിട്ടാണ് നമുക്ക് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് നമുക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നത്. അഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫർ, സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള അഗസ്റ്റ് കോംറ്റയുടെ നാട്ടിൽ നിന്നുമാണ്, ഫ്രഞ്ചിൽ നിന്നുമാണ് സൊസൈറ്റസ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് സൊസൈറ്റി? സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ സോഷ്യോളജിക്കൽ ഡിക്ഷണറി പറയുന്നത് എന്താണ് നോക്കാം. സോഷ്യോളജിക്കൽ ഡിക്ഷണറിയുടെ ഡെഫിനിഷൻ. സോഷ്യോളജിക്കൽ ഡിക്ഷണറി പറയുന്നത് ബന്ധങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു സമുച്ചയത്തെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ സമുച്ചയത്തെയാണ് എന്ത് പറയുന്നത്, സൊസൈറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സമ്പൂർണമായ ഒരു സമുച്ചയമാണ്, അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ള ഒരു സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ്. ദെൻ രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഡെഫിനിഷൻ സോഷ്യോളജിക്കൽ ഡിക്ഷണറിയുടേതാണ്. രണ്ടാമത്തെ ഡെഫിനിഷൻ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നാണ് പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് പൊളിറ്റിക്സ് ആണ്, അഥവാ പൊളിറ്റിക്സിൻ്റെ പിതാവായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷൻ ഓർത്തു വെക്കേണ്ടത് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ മനുഷ്യന് മാത്രമാണ് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ ചില തത്വചിന്തകന്മാർ പറയുന്നത്, ചില ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ചില സോഷ്യോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് എന്താണ്, മനുഷ്യൻ പരസ്പരമായിട്ടുള്ള സഹകരണത്തോടെയും അതോടൊപ്പം ചില പൊതുവായ താല്പര്യങ്ങളും അതുപോലെ തന്നെ ചില വസ്തുക്കളുടെ കൈമാറ്റവും
സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ചില സമൂഹശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ചില ചിന്തകന്മാരുടെ അഭിപ്രായം. അപ്പോൾ ചില മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അറിയുകയും അതോടൊപ്പം എന്ത് വേണം, പരസ്പരം അറിയുകയും അതോടൊപ്പം അവർ തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുകയും വേണമെന്നാണ് സമൂഹശാസ്ത്രജ്ഞന്മാരായ ചില ചിന്തകന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ സോഷ്യോളജിക്കൽ ഡിക്ഷണറിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അരിസ്റ്റോട്ടിലിൻ്റെ ഡെഫിനിഷൻ. അദ്ദേഹം പറയുന്നത് എന്താണ്? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് അവനൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവൻ എല്ലാവരോടും ഇടപഴകുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ആ ഇടപഴകലുകൾ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമാവുകയും ചെയ്യുന്നു. പിന്നീട് മൂന്നാമത്തെ ചിന്തകന്മാർ, സമൂഹശാസ്ത്രത്തിലെ ചിന്തകന്മാർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് മനുഷ്യൻ്റെ പരസ്പരം അറിയുകയും അതോടൊപ്പം തന്നെ എന്ത് വേണം, അവൻ ചില വസ്തുക്കളും അല്ലെങ്കിൽ ചില ബന്ധങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സമൂഹം നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി പീറ്റേഴ്സ് ബർഗറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പീറ്റേഴ്സ് ബർഗർ പറയുന്നത് സമൂഹം മനുഷ്യനിർമ്മിതമാണ് എന്നാണ്. അപ്പോൾ സമൂഹം മനുഷ്യനിർമ്മിതമാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. മനുഷ്യനിർമ്മിതം, സമൂഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിർമ്മിതിയിലൂടെ ഉണ്ടായതാണ്. ഇനി രണ്ടാമത്തെ അടുത്ത ഒരു തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി അഗസ്റ്റ് കോംറ്റെയുടെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? സമൂഹം ഘടനയും പ്രവർത്തനവുമുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് എന്നാണ് അക്കോർഡിംഗ് ടു ദ കോംറ്റെ ഡെഫിനിഷൻ. അപ്പോൾ കോംറ്റെയുടെ ഡെഫിനിഷൻ എന്താണ്? സമൂഹം എന്ന് പറയുന്നത് ഘടനയും പ്രവർത്തനവും, ഘടനയും വേണം അതോടൊപ്പം പ്രവർത്തനവും ഉള്ള ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് കാണുന്നത്. പ്രവർത്തനമുള്ള സാമൂഹ്യ ജീവിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ മറ്റൊരു സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള കോംറ്റെ പോലെ തന്നെ എമിൽ ഡുർക്കെയ്ം എന്നൊക്കെയാണ് നമ്മളതിനെ പറയാം. അയാളുടെ എമിൽ ഡുർക്കെയ്ം പറയുന്നത് സമൂഹത്തെ ഒരു യാഥാർത്ഥ്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. സമൂഹത്തെ എന്ത് ചെയ്യുന്നു? ഒരു യാഥാർത്ഥ്യമാക്കി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ സമൂഹത്തെ ഒരു യാഥാർത്ഥ്യമാക്കിയിട്ട് കണക്കാക്കപ്പെടുന്നു എന്നതാണ് എമിൽ ഡുർക്കെയ്ം ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ടാൽക്കോട്ട് പാഴ്സൺ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താണ്? സമ്പൂർണമായ ഒരു ബന്ധങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു സമുച്ചയമാണ് എന്നാണ്. അഥവാ മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളുടെ സമ്പൂർണ്ണ സമുച്ചയം, മനുഷ്യബന്ധങ്ങളുടെ ഒരു സമ്പൂർണ്ണ സമുച്ചയമാണ്, സമ്പൂർണ്ണ സമുച്ചയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൊസൈറ്റിയെക്കുറിച്ച് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നുകൂടെ നമ്മളതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് വാക്കായിട്ടുള്ള സൊസൈറ്റസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിൻ്റെ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഡിക്ഷണറിയാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ
അല്ലെങ്കിൽ സമൂഹശാസ്ത്ര ഘടന അല്ലെങ്കിൽ ഡിക്ഷണറി പറയുന്നത് സമ്പൂർണമായിട്ടുള്ള ഒരു വ്യക്തികളുടെ ശേഖരമായിട്ടും വ്യക്തികളുടെ കൂട്ടമായും അവരുടെ ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണമായിട്ടുള്ള സംവിധാനങ്ങളെയാണ് സോഷ്യോളജിക്കൽ ഡിക്ഷണറി പറയുന്നത്. പിന്നീട് മൂന്നാമത്തേത് അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് അവനൊരു സോഷ്യൽ ആനിമലാണ്. അതോടൊപ്പം തന്നെ ചില ചിന്തകന്മാർ സമൂഹശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചില ഘടനയും പ്രവർത്തനവും ഉള്ള ഒരു സാമൂഹ്യ ജീവിതമായിട്ടാണ് അല്ലെങ്കിൽ സമൂഹം മനുഷ്യ നിർമ്മിതമായിട്ടുള്ളതാണ് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി കോംറ്റയുടെ സോഷ്യോളജിയുടെ പിതാവായിട്ടുള്ള കോംറ്റയുടെ അഭിപ്രായത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ഘടനയും പ്രവർത്തനവുമുള്ള സാമൂഹ്യ ജീവിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. മറ്റൊരു സമൂഹശാസ്ത്രജ്ഞനായ എമിലി ഡുർക്കെയിം പറയുന്നത് മനുഷ്യ സമൂഹത്തെ യാഥാർത്ഥ്യമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ടാൽക്കോട്ട് പായ്സൺ പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെ ഒരു സമ്പൂർണമായിട്ടുള്ള സമുച്ചയമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ വാട്ട് ആർ ദ ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഭാഗത്തും ഓർത്തു വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഓർത്ത് വെക്കുക. ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ പ്രത്യേകതകൾ അതിൽ പ്രധാനമായിട്ടും എന്താണ്? സമൂഹം ജനങ്ങൾ രൂപീകരിച്ചതാണ്. ഒന്നാമത്തെ പോയിന്റ് സമൂഹം ജനങ്ങൾ രൂപീകരിച്ചതാണ്. ഒന്നാമത്തെ പോയിന്റ് സമൂഹം ജനങ്ങൾ രൂപീകരിച്ചത്. രണ്ട്, വിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും. വിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും ഉണ്ടാവുന്നു. രണ്ടാമത്തെ പോയിന്റ് വിവരങ്ങളുടെ കൈമാറ്റം അതുപോലെ തന്നെ പരസ്പര അവബോധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് പരസ്പര അവബോധത്തിൽ സാമൂഹ്യ ഇടപെടലുകൾ സാധ്യമാകുന്നു. പരസ്പര അവബോധത്തിൽ സാമൂഹിക ഇടപെടലുകൾ സാധ്യമാകുന്നു. സാമൂഹിക ഇടപെടലുകൾ സാധ്യമാകുന്നു. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരവാദിത്വമുള്ളതാണ്. ഉത്തരവാദിത്വം പോയിന്റ് 5 സ്വാഭാവികത എന്ന് പറയുന്നത്. സ്വാഭാവികത എന്ന് പറയുന്നത്. അപ്പോൾ 5 പോയിന്റുകൾ പ്രധാനമായിട്ടും ആദ്യമായി നമ്മൾ ഓർത്തു വെക്കണം. അതിൽപ്പെട്ടതാണ് സമൂഹം ജനങ്ങൾ രൂപീകരിച്ചതാണ്. രണ്ടാമത്തെ പോയിന്റ് വിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും. പരസ്പര അവബോധത്തിൽ എന്ത് ചെയ്യുന്നു? സാമൂഹിക ഇടപെടലുകൾ സാധ്യമാകുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? മറ്റൊന്ന് സമൂഹത്തിൻ്റെ സ്വാഭാവികത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നു. വ്യത്യാസങ്ങൾ. സമൂഹം എന്ത് ചെയ്യുന്നു? വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നു. എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? മറ്റൊന്ന് സഹകരണവും തൊഴിൽ വിഭജനവും. സഹകരണം തൊഴിൽ വിഭജനം. സഹകരണവും തൊഴിൽ വിഭജനം.
അടുത്ത 8ാമത്തെ പോയിന്റാണ് പരസ്പര ആശ്രയത്വം എന്ന് പറയുന്നത്. പരസ്പര ആശ്രയത്വം അഥവാ ഒരാൾ മറ്റൊരാളിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നു? പരസ്പര ആശ്രയത്വം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിന് വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉണ്ട്. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിന് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? സാമൂഹിക നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സാമൂഹിക നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഏകദേശം 12 പോയിന്റോളം വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് 10 പോയിന്റുകൾ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഒന്നാമത്തേത് സമൂഹം ജനങ്ങൾ രൂപീകരിച്ചതാണ്. 2 വിവരങ്ങളുടെ കൈമാറ്റവും പരസ്പര അവബോധവും. പരസ്പര അവബോധത്തിൽ സാമൂഹിക ഇടപെടലുകൾ സാധ്യമാകുന്നു. 4 ഉത്തരവാദിത്വം. ഓരോ സമൂഹത്തിനും എന്തുണ്ട്? ഉത്തരവാദിത്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു സമുദായം മറ്റൊരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല അതിൽ നിന്ന് വ്യക്തികൾ അവർക്കുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു. സ്വാഭാവികത നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഒരു സമൂഹം വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വ്യത്യാസങ്ങൾ അവർ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ സഹകരണവും തൊഴിൽ വിഭജനവും നിലനിൽക്കുന്നു. സഹകരണം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം എന്ത് ചെയ്യുന്നു? അവർക്കിടയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് തൊഴിൽ വിഭജനം. ഓരോ സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യത്യസ്തമായ തൊഴിലുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ തൊഴിൽ വിഭജനങ്ങൾ അവർക്കിടയിൽ നിലനിൽക്കുന്നു. മറ്റൊന്ന് പരസ്പര ആശ്രയത്വം അഥവാ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നു? പരസ്പര ആശ്രയത്വം അവർ തമ്മിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാര രീതികൾ അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് സാമൂഹിക നിയന്ത്രണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് സമൂഹം ചലനാത്മകമാണ്. ചലനാത്മകം എന്ന് പറഞ്ഞാൽ സമൂഹം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചലനാത്മകമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി എന്ന ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത് എന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.